ചലച്ചിത്ര സംവിധായകൻ ഷാഫി അന്തരിച്ചു. 57 വയസ്സായിരുന്നു. കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് അന്ത്യവിവരങ്ങളുമായി സുധീഷ് ഗോപാൽ ഒപ്പം KP സുരേഷ് ചേരുന്നു. ആദ്യം സുധീഷ് ഗോപാലിലേക്ക്. സുധീഷ്, കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി അദ്ദേഹം ചികിത്സയിലായിരുന്നു. കടുത്ത തലവേദനയെ തുടർന്നാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. പിന്നീട് രോഗം ഗുരുതരാവസ്ഥയിലാകുകയായിരുന്നു. എന്താണ് ഇനി എപ്പോഴാണ് ഭൗതിക ശരീരം ബന്ധുക്കൾക്ക് വിട്ടു നൽകുക? എന്താണ് ബാക്കി ചടങ്ങുകൾ? 2 ആഴ്ചകൾക്ക് മുമ്പാണ് ഷാഫിയെ രോഗം മൂർച്ഛിച്ചതിനെ തുടർന്ന് തലവേദനയെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. പിന്നീടാണ് തലച്ചോറിൽ രക്തസ്രാവം കണ്ടെത്തിയത്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ആരോഗ്യനില ഗുരുതരമായി തുടരുകയായിരുന്നു. ഇന്നലെ അർദ്ധരാത്രിയോടെ പുലർച്ചെ 1 മണിയോടുകൂടിയാണ് മരണം സ്ഥിരീകരിച്ചുകൊണ്ടുള്ള ആശുപത്രിയുടെ ഔദ്യോഗിക സ്ഥിരീകരണമൊക്കെ ഉണ്ടായത്. ഒരുപിടി നല്ല സിനിമകൾ, 18ഓളം ചലച്ചിത്രങ്ങൾ അദ്ദേഹം സംവിധാനം ചെയ്തു. സഹസംവിധായകനായി മലയാളത്തിലേക്ക് എത്തുന്നു. പിന്നീട് വിവിധ തരത്തിലുള്ള, പ്രത്യേകിച്ച് ഹാസ്യ ചിത്രങ്ങൾ, ഒരുപിടി നല്ല ചിത്രങ്ങൾ മലയാളികൾക്ക് സമ്മാനിച്ച് 18 ചലച്ചിത്രം, ഒപ്പം ഒരു തമിഴ് സിനിമ ഉൾപ്പെടെ സംവിധാനം ചെയ്താണ് അദ്ദേഹം വിട പറയുന്നത്. KP സുരേഷ് കൂടി ചേരുന്നുണ്ട്. KP, മലയാളികൾക്ക് ഒരുപിടി നല്ല സിനിമകൾ സമ്മാനിച്ച് 18 സിനിമയോളം സംവിധാനം ചെയ്തൊപ്പം തമിഴിൽ മജ്ജ എന്ന ഒരു ചലച്ചിത്രം കൂടി സംവിധാനം ചെയ്ത ആളാണ്. ഓർത്തെടുക്കാൻ പുലിവാൽ കല്യാണം പോലെ, അല്ലെങ്കിൽ വൺ മാൻ ഷോ പോലെ എപ്പോഴും മലയാളിക്ക് ഓർത്തിരിക്കുന്ന ചരിത്രത്തിലെ ചില മുഹൂർത്തങ്ങളൊക്കെ ഇങ്ങനെ എപ്പോഴും മലയാളികൾ ഓർത്തിരിക്കുന്ന, അത്തരം ഓർമ്മയിൽ എപ്പോഴും സൂക്ഷിക്കുന്ന ചലച്ചിത്രമൊക്കെ സമ്മാനിച്ചാണ് അദ്ദേഹം മടങ്ങുന്നത്. KP സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് ഏകദേശം 18ഓളം സിനിമകൾ സംവിധാനം ചെയ്തു. ആ സിനിമകളിൽ മിക്കതും സൂപ്പർ ഹിറ്റുകളാണ് എന്നതാണ് ഷാഫി എന്ന സംവിധായകന്റെ ഏറ്റവും വലിയ മികവ്. മലയാളികൾക്ക് ചിരിപ്പൂരം സമ്മാനിച്ച ഒരു സംവിധായകനാണ് ഷാഫി എന്ന് നമുക്ക് പറയാൻ സാധിക്കും. 2001 വൺ മാൻ ഷോ എന്ന സിനിമയിലൂടെയാണ് അദ്ദേഹം സ്വതന്ത്ര സംവിധായകനായി രംഗത്ത് വന്നത്. അതിനു മുമ്പ് റാഫി മക്കാട്ടിൻ, രാജസേനൻ എന്നിവരുടെ സംവിധാന സഹായിയായിരുന്നു. പിന്നീട് 2001 ഈ വൺ മാൻ ഷോ എന്ന സിനിമയിലൂടെ സംവിധാന രംഗത്തേക്ക് വന്ന അദ്ദേഹം പിന്നീട് ഒരുക്കിയ എല്ലാ സിനിമകളും, മിക്ക സിനിമകളും സൂപ്പർ ഹിറ്റുകളാണ് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. നമുക്കറിയാം, കല്യാണരാമൻ എന്നുള്ള മലയാളത്തിലെ എക്കാലത്തെയും സൂപ്പർ ഹിറ്റുകളിൽ ഒന്ന് അദ്ദേഹം സംവിധാനം ചെയ്ത സിനിമയാണ്. പിന്നീട് മായാവി, തൊമ്മനും മക്കളും, മേരിക്കുണ്ടൊരു കുഞ്ഞാട്, ചട്ടമ്പിനാട്, 2 കൺട്രീസ്, പിന്നീട് തമിഴിൽ വിക്രമിനെ നായകനാക്കി മജ എന്നുള്ള സിനിമകൾ. ഇങ്ങനെ ഒട്ടനവധി സിനിമകൾ, ഷെർലക് ഹോംസ്, ചിൽഡ്രൻസ് പാർക്ക്, അങ്ങനെ നിരവധി സിനിമകൾ, ഏകദേശം 18ഓളം സിനിമകളാണ് അദ്ദേഹം സംവിധാനം ചെയ്തത്. 2002 പുറത്തിറങ്ങിയ ആനന്ദം പരമാനന്ദമാണ് അദ്ദേഹം അവസാനമായിട്ട് സംവിധാനം ചെയ്ത ചിത്രം. ഒരു സിനിമയുടെ, പുതിയ സിനിമയുടെ വർക്കുമായി ബന്ധപ്പെട്ട തിരക്കുകൾക്കിടയിലാണ് അദ്ദേഹം രോഗബാധിതനാവുകയും ആകസ്മികമായി നമ്മെ വിട്ടുപിരിയുകയും ചെയ്യുന്നത്. അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത, അദ്ദേഹം ചിരിയുടെ നർമ്മത്തിന്റെ മർമ്മമറിഞ്ഞ ഒരു സംവിധായകനാണ് ഷാഫി എന്നാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ സവിശേഷത. റാഫി മക്കാട്ടിൻ എന്നുള്ള മലയാളത്തിലെ സൂപ്പർ ഹിറ്റ് സംവിധായകരിൽ ഒരാളായ റാഫിയുടെ സഹോദരനാണ്. സംവിധായകൻ സിദ്ദിഖിന്റെ സഹോദരി പുത്രനാണ്. അങ്ങനെയാണ് അദ്ദേഹം സിനിമയിലേക്ക് വരുന്നത്. സിനിമ അദ്ദേഹത്തിന്റെ രക്തത്തിൽ കലർന്ന ഒരു ഘടകം തന്നെയാണ്. അദ്ദേഹം ഒരുക്കിയ സിനിമകളൊക്കെയും മലയാളത്തിലെ എക്കാലത്തെയും മികച്ച സൂപ്പർ ഹിറ്റുകൾ എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ ഒരു വസ്തുത. പിന്നീട് അദ്ദേഹം തിരക്കഥാകൃത്ത്, അദ്ദേഹത്തിന്റെ ആദ്യത്തെ സിനിമയായ വൺ മാൻ ഷോയുടെ കഥയൊരുക്കിയതും അദ്ദേഹം തന്നെയാണ്. ഓർമ്മകളിലേക്ക് വരാം. ഇപ്പോൾ ആശുപത്രിയിൽ നിന്ന് സുധീഷ് ഗോപാൽ കൂടി കൊച്ചിയിൽ ചേരുന്നു. സുധീഷ് ഗോപാൽ, കഴിഞ്ഞ 2 ആഴ്ചകൾ ഷാഫിയുടെ വീട്ടിൽ നിന്നാണ് സുധീഷ് ഗോപാൽ. സുധീഷ്, കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് കടുത്ത തലവേദനയെ തുടർന്നാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നത്. പിന്നീടാണ് ആന്തരിക രക്തസ്രാവമൊക്കെ തിരിച്ചറിയുന്നതും ഗുരുതരാവസ്ഥയിലേക്കൊക്കെ അദ്ദേഹം എത്തുന്നു. എപ്പോഴാണ് ഭൗതിക ശരീരം ബന്ധുക്കൾക്ക് വിട്ടു നൽകുക? പൊതുദർശനം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഒരു ഔദ്യോഗിക വ്യക്തത വന്നിട്ടുണ്ടോ സുധീഷ്? ഉമേഷ്, കഴിഞ്ഞ 16-ാം തീയതിയാണ് കടുത്ത തലവേദനയെ തുടർന്ന് കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടുന്നത്. തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് ആന്തരിക രക്തസ്രാവം ഉണ്ടെന്ന് തിരിച്ചറിയുന്നതും അടിയന്തര ശസ്ത്രക്രിയയ്ക്ക് വിധേയനാക്കുന്നതും. എന്നാൽ പിന്നീട് അതൊരു മസ്തിഷ്ക മരണത്തിലേക്ക്, ഇല്ലെങ്കിൽ മസ്തിഷ്ക ആഘാതത്തിലേക്ക് പോവുകയും പിന്നീട് വെന്റിലേറ്ററിൻ്റെ സഹായത്തോടെയാണ് ജീവൻ നിലനിർത്തിയിരുന്നത്. ഇന്ന് പുലർച്ചെ ഏതാണ്ട് 1:30 അന്ത്യം സംഭവിച്ചത്. മൃതദേഹം എടപ്പള്ളിക്ക് സമീപമുള്ള വസതിയിൽ എത്തിച്ചിട്ടുണ്ട്. 9 മണി മുതൽ മണപ്പാട്ടിപ്പറമ്പിലെ കൊച്ചിൻ സർവീസ് സഹകരണ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ പൊതുദർശനത്തിന് വയ്ക്കും. ഉച്ചയ്ക്ക് 12:30 വരെയാണ് പൊതുദർശനം. അതിനുശേഷം വീണ്ടും വസതിയിലേക്ക് കൊണ്ടുപോയും വൈകിട്ട് 4 മണിയോടെ കലൂർ ജുമാ ഖബർസ്ഥാനിലാണ് ഖബറടക്കം നടത്തുന്നത്. എന്തു തന്നെയായാലും മലയാള സിനിമയെ വളരെ
ഓരോ സിനിമാ പ്രേക്ഷകരെയും വളരെയധികം ചിരിപ്പിച്ച ഒരു സംവിധായകനായിരുന്നു ഷാഫി. എടുത്ത എല്ലാ സിനിമകളും ഏറെക്കുറെ ഹിറ്റുകൾ എന്ന് തന്നെ പറയാൻ സാധിക്കും. അതിൽ തന്നെ ഒരു തമിഴ് സിനിമ ഉൾപ്പെടെ 18 സിനിമകളാണ് സംവിധാനം ചെയ്തത്. അതിൽ ഷെർലക് ടോംസ് എന്ന സിനിമയ്ക്ക് വേണ്ടി തിരക്കഥയും തയ്യാറാക്കി. അതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് ഒരു കാലഘട്ടത്തിൽ തിയേറ്ററിലും പിന്നീട് മിനി സ്ക്രീനിലും, അത് കഴിയുമ്പോൾ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലെല്ലാം ഓരോ സംഭവം ഉണ്ടാകുമ്പോഴും അതിലെ എല്ലാം തമാശകൾക്കായി തിരഞ്ഞെടുക്കുന്നതും ഏറെക്കുറെ ഷാഫിയുടെ സിനിമകളിലെ വിവിധ രംഗങ്ങളുടെയും മറ്റും ചിത്രങ്ങളാണ്. അത് നമുക്ക് എടുത്തു പറയാവുന്ന ഒരു കാര്യം തന്നെയാണ്. കല്യാണരാമനിലെ മിസ്റ്റർ പൂഞ്ഞിക്കരയായാലും അത്തരം ഓരോരുത്തരും, മണവാളനായ പുലിവാൽ കല്യാണത്തിലെ മണവാളനായാലും ഇവരെല്ലാം തന്നെ നമുക്ക് സമൂഹ മാധ്യമങ്ങളിലും മറ്റും പലരെയും പരിഹസിക്കാനും എല്ലാം കഥാപാത്രങ്ങളായി തിരഞ്ഞെടുക്കുന്നത് ഇവരുടെ പോസ്റ്ററുകളും മറ്റുമാണ് എന്നതും നമുക്ക് എടുത്തു പറയാവുന്ന ഒരു കാര്യമാണ്. എന്തു തന്നെയായാലും മലയാള സിനിമയിലെ എണ്ണം പറഞ്ഞ ഒരു ഹാസ്യ സിനിമകളുടെ ഒരു ചക്രവർത്തി തന്നെയായിരുന്നു ഷാഫി എന്ന് തന്നെ എടുത്തു പറയേണ്ടതുണ്ട്. റാഫി മക്കാർട്ടിൻ്റെ സഹോദരൻ കൂടിയാണ്. അദ്ദേഹത്തിൻ്റെയും രാജസേൻ്റെയും ഒക്കെ സംവിധായകനായാണ് സിനിമാ രംഗത്തേക്ക് എത്തുന്നത്. ദില്ലിവാല രാജകുമാരനിലൂടെ എത്തി. അത് രാജസേൻ്റെ ചിത്രമായി. അതിനുശേഷം റാഫി മക്കാർട്ടിൻ കൂട്ടുകെട്ടിൽ പിറന്ന ചിത്രങ്ങളുടെ സംവിധായകനായി, ഇടയ്ക്ക് സിദ്ദിഖ് ലാൽ സിനിമകളുടെയും ഫ്രണ്ട്സിൻ്റെ സംവിധായകനായും വർക്ക് ചെയ്തിരുന്നു. അതിനിടയിലാണ് 2001 വൺ മാൻ ഷോയിലൂടെ മലയാള സിനിമ സ്വതന്ത്ര സംവിധാന രംഗത്തേക്ക് എത്തി. അതിനുശേഷം എടുത്ത ഓരോ ചിത്രങ്ങളും വളരെ എടുത്തു പറയേണ്ട ഹിറ്റ് ചിത്രങ്ങളായിരുന്നു എന്നത് നമുക്ക് എടുത്തു പറയാം. തൊമ്മനും മക്കളുമായാലും, ചട്ടമ്പിനാടായാലും, പുലിവാൽ കല്യാണമായാലും, കല്യാണരാമനായാലും ഓരോന്നും നമുക്ക് എടുത്തു പറയാവുന്ന സിനിമകളായിരുന്നു. ആനന്ദം പരമാനന്ദം എന്ന സിനിമ 2022 പുറത്തിറങ്ങിയ ചിത്രമായിരുന്നു അവസാനമായി എടുത്തത്. അതിനിടയിലാണ് സിനിമാ മേഖലയിലെ പ്രമുഖർ ഒക്കെ അന്തിമോചനം അർപ്പിക്കാനായി വീട്ടിലേക്ക് എത്തിയിട്ടുണ്ടോ? എപ്പോഴാണ് അത്തരം ചടങ്ങുകളിലേക്കൊക്കെ കടങ്ങുക? ഉമേഷ്, അത് ഈ 9 മണിയുടെ പൊതുദർശനത്തോടു കൂടിയോ പിന്നീട് ഏറെ അടുപ്പമുള്ളവർ ഉച്ചയ്ക്ക് ശേഷം വീട്ടിലെത്തിയും അന്തിമോപചാരം അർപ്പിക്കും. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെയും മമ്മൂട്ടി അടക്കമുള്ള, സിബി മലയിൽ അടക്കമുള്ള, ബി ഉണ്ണികൃഷ്ണൻ അടക്കമുള്ള സിനിമാ മേഖലയിലെ നിരവധി പേർ ആശുപത്രിയിലെത്തി ആരോഗ്യ വിവരങ്ങൾ തിരക്കാൻ എത്തിയിരുന്നു. അതിനുശേഷം ഇന്നലെ രാത്രിയിൽ തന്നെ സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട ഒരുപാട് പേർ ആശുപത്രിയിലുണ്ടായിരുന്നു. അവരും എല്ലാം കൂടി ആലോചിച്ച് ആണ് ഇന്നത്തെ ക്രമീകരണങ്ങളെല്ലാം ഒരുക്കിയിട്ടുള്ളത്. ഇന്ന് 9 മണി മുതലാണ് പൊതുദർശനം ആരംഭിക്കുക. അതിനുശേഷം 12 വരെ